പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും അച്ഛൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് പ്രവേശിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവേശിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ അൽത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെയും കൃപാസനത്തിൻ്റെ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ലോകം മുഴുവൻ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ അനുദിനമായ ഓരോ ദിവസവുമുള്ള അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണച്ചൊരിയെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുക്കിടത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ കരുണ തോന്നണമേ. കർത്താവ്, നിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശവും ഓഹരിയുമായി അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ പോർഷൻ ആൻഡ് കപ്പ് ആയിട്ടുള്ള അങ്ങയുടെ ഭാഗധേയമായിട്ടുള്ള അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങ് അലിവാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കാര്യവും ഞങ്ങളുടെ യോഗ്യതയിലല്ല നടക്കുന്നത്. പല കാര്യങ്ങളും എല്ലാം അങ്ങയുടെ ഈ കരുണയുടെ ഭാഗമാണ്. അത് അങ്ങ് തന്നെയാണത് കണ്ടുപിടിച്ചത്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യതയാലല്ല, എൻ്റെ കൃപയാലെന്ന്. അത് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും അർത്ഥസംഖ്യയില്ലാതെ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഇന്ന് അങ്ങയുടെ മക്കളുടെ ജീവിതയാത്രയിൽ
അവരുടെ മെറിറ്റ് ഡിമിനിഷ് ആകുന്ന, ഡൗൺ ആകുന്ന സമയത്ത് നിൻ്റെ ഗ്രേസ് അവരെ സസ്റ്റെയിൻ ചെയ്യാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കർത്താവിൻ്റെ തിരുമുറിവാർന്ന അനുഗ്രഹത്തിൻ്റെ അണിപ്രതാകുന്ന വലിയ കരം നിങ്ങളുടെ ശിരസിൽ വെക്കപ്പെടുകയും നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളും രക്തഞരമ്പും ശരീരകോശങ്ങളും കർത്താവിൻ്റെ രക്തത്തിൽ പടരുകയും നിങ്ങളുടെ ഓരോ കോശങ്ങളിലും പേശികളിലും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉണർവും ഉത്സാഹം നേടുകയും ചെയ്യാൻ എൻ്റെ കർത്താവിൻ്റെ നാമം ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. കർത്താവിൻ്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കൈപിടിച്ച് നിൽക്കുന്ന ഒരു എളിയ ദാസൻ എന്ന നിലയിൽ കർത്താവിൻ്റെ നാമത്തെ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു, നിൻ്റെ ജോലിയെ ആശീർവദിക്കുന്നു, നിൻ്റെ യാത്രയെ ആശീർവദിക്കുന്നു, നിൻ്റെ സംസാരങ്ങളെ, സംഭാഷണങ്ങളെ ആശീർവദിക്കുന്നു, നിൻ്റെ ചർച്ചകളെ ആശീർവദിക്കുന്നു, നിൻ്റെ തീരുമാനങ്ങളെ ആശീർവദിക്കുന്നു. അത് നടപ്പിൽ വരുത്താനുള്ള നിൻ്റെ ഇച്ഛാശക്തി കർത്താവിൻ്റെ അഭിഷേകം ഇരട്ടിയായിട്ട് ലഭിക്കട്ടെ എന്ന് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നീ വീണ്ടും തിരിച്ച് രാത്രി നിൻ്റെ ഉറങ്ങാനെത്തുന്നവരെ ഈ ചൈതന്യം നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ചൈതന്യവും കർത്താവിൻ്റെ സമാധാനവും നിൻ്റെ ഹൃദയത്തെയും അധരത്തെയും നിൻ്റെ ശരീരത്തെ മുഴുവനായി സൗഖ്യത്തിൽ നിലനിർത്തുകയും മനസ്സിനെ സമാധാനത്തെ കണ്ടെത്തുകയും ചെയ്യട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. താങ്ക് യു ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവമാണ് ദൈവ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ചാലകശക്തി എന്ന് പറയാവുന്നത്. പലപ്പോഴും ഫലപ്രദമായ ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കണക്ടിവിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. ഞാൻ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്നറിയാവോ? കർത്താവിൻ്റെ ഒരു വെളിപാടിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 15:10 വായിച്ചേ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു കണക്ഷനാണ് വരണത്. പിന്നെന്താ? അത് ഓരോ കണക്ഷനും ഉണ്ടാകുന്ന കുഴപ്പം കണ്ടിന്യൂറ്റി ഉണ്ടാകണം, അത് തുടർച്ചയുണ്ടാകണം, ബന്ധം ഒരു തുടർബന്ധമായിട്ട് മാറണം. അതാണ് എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പവർ കട്ടിലല്ല. അത് കാരണം നമ്മുടെ പവർ കട്ട് നമ്മുടെ സ്നേഹത്തിലോ നമ്മുടെ വിശ്വാസത്തിലോ ഒക്കെ ഭയങ്കര ഇടക്കിടക്ക് പവർ കട്ടാണ്. അത് കാരണമാണ് നമ്മളെ ഫ്രോഡെന്ന് ദൈവം വിളിക്കണം. ഫ്രോഡെന്നല്ല, ഇത് വിശ്വസ്തതയില്ലാത്ത ആൾക്കാർ. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? നിത്യമായ സ്നേഹമെന്നല്ല എൻ്റെ അർത്ഥം. എനിക്ക് നിന്നോടുള്ള സ്നേഹം നിത്യവും വിശ്വസ്തത അചഞ്ചലവുമാണ്. അതായത് ജെറമിയ 31:3 ഈ വെളിപാടുണ്ട്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. അതേണ്ട പവർ കട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ പറഞ്ഞില്ല. എനിക്ക് നിന്നോട് സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ചലിക്കാത്തതാണ്. അത് കാരണമാണ് നമ്മളെ വിട്ടുവിട്ടുള്ള സ്നേഹം ദൈവം ഫ്രോഡാന്ന് വിളിക്കാൻ കഴിയും. അത് ഭയങ്കര സീരിയസ് ആയ വിഷയമാണ് കേട്ടോ. നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാതെങ്കിൽ എൻ്റെ അർത്ഥം ഗ്യാപ്പാണ് ഈ പ്രോബ്ലം. ഇപ്പം നേഴ്സുമാരൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയും, എൻ്റെ അച്ഛാ പ്രൊഫഷണൽ നേഴ്സ് മാത്രമല്ല പ്രൊഫഷണൽസൊക്കെ വരുമ്പോൾ പറയും, അച്ഛാ ഗ്യാപ്പാണ് പ്രോബ്ലം എന്ന് പറയും. അത് അവരെ അപ്പോൾ അവരോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ കമ്പനിക്കാർ ചോദിക്കത്തില്ലേ, നിങ്ങൾ എന്നാൽ പാസ് ഔട്ട് ആയത്? ഞാൻ 2020 ഓക്കെ, നൗ ഇറ്റ് ഈസ് 2025 അല്ലേ ഇത്? അപ്പോൾ ബാക്കി ദിവസം എവിടെ പോയി നിങ്ങളെന്ന് പറയും. അത് ഭയങ്കര എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ കാലങ്ങളിൽ നിങ്ങൾ എവിടെ പോയെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളെ പറയും തെരയുടെയൊക്കെ പറയും, ടെസ്റ്റ് എഴുതി ആനകൂന എന്നൊക്കെ പറയുമെങ്കിലും അവർക്കറിയാം നിങ്ങളൊരു ടെസ്റ്റ് എഴുതിയിട്ടില്ലെന്ന്. നിങ്ങൾ കണ്ട് അകത്ത് കയറി വരുമ്പോഴത്തേനെ ബേസിക് മടിയനാണെന്ന് അവർക്ക് ആളെ ഷാബി ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മടിയനാണെന്ന്. മടിയന്മാരെ കാണുമ്പോൾ അറിയാൻ പറ്റും, മടിച്ചുകളെയും കാണുമ്പോൾ അറിയാൻ പറ്റും. സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഭയങ്കര. അപ്പോൾ ദൈവമായിട്ട് നമുക്ക് സ്മാർട്ട് റിലേഷനാണ് വേണ്ടത്. നിങ്ങളത് ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ട ഇതാണ്.
എൻ്റെ റിലേഷൻ സ്മാർട്ടാണോ ദൈവമായിട്ട്, അതെങ്ങനെ ഷാബിയായിട്ട് വിട്ട് പിടിക്കണതാണോ, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നതാണോ, അത് അക്സെപ്റ്റബിൾ അല്ലെന്നാണ് പറയണത്. കാര്യം എന്താണ്? ദൈവത്തിന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുന്നില്ലേ? ടേക്ക് ദ മെറ്റഫോർ. യോഹന്നാന്റെ 13:35 വായിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങളും പരസ്പരം. അപ്പൊ ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിന് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു സ്റ്റാൻഡേർഡൈസ് ഫോം ഉണ്ട്. സ്നേഹത്തിൻ്റെ സ്റ്റാൻഡേർഡൈസ് ഫോം എന്താണ്? എനിക്ക് നിന്നോട് സ്നേഹം അചഞ്ചലമാണ്, സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. അതുപോലെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ. യോഹന്നാൻ 13:35 അചഞ്ചലമായിട്ട് നിത്യമായിട്ടും ആകുമ്പോഴാണ് ഗ്യാപ്പില്ലാത്തൊരു സ്നേഹം വരണത്. ഇത് ഒരു പ്രാർത്ഥനയുടെ. ഇപ്പം ഞാൻ എന്തിനാ മാതാവിൻ്റെ പുറകെ കിടക്കണമെന്ന് അറിയാമോ? ഞാൻ ഷാർജയിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞ്, അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ ഓർത്തത് മാതാവിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ, ജീവിതപ്രശ്നം മാത്രമേ പറയത്തുള്ളൂ എന്ന്. അവിടെ നടത്തിയ കസ്മാരിക് കൺവെൻഷനാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഞാൻ മാതാവിനെക്കുറിച്ച് പറയണത്? ഇവരൊരു മോഡലാണ്. കറക്റ്റ്. അവർ എല്ലാ സമയത്തും ഒരു നിശ്ചിത വോൾട്ടേജ് ഉണ്ടാവും. അത് മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാലും ശരി, കുരിശിൻ്റെ ചുവട്ട് നിൽക്കണമെന്ന് പറഞ്ഞാലും ശരി, ആ സ്നേഹം അചഞ്ചലമായിരിക്കും. അമ്മയാണ് മാതൃക. അപ്പം അതുകൊണ്ട് ഗ്യാപ്പില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ ഇന്നത്തെ ദിവസം പ്രത്യേകം പരിശ്രമിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.